Dear students, I welcome all of you to Holy Trinity Educare Center. Today we are discussing letter writing. We are learning about formal or business letters. What is a formal letter? Formal letters are written to a person, official or firm in formal official capacity. It is not a personal letter. It is in official capacity. We are writing to an officer. This letter is to an officer or a worker or a manager in a firm in a formal way. ഔദ്യോഗികമായ രീതിയിൽ എഴുതുന്ന കത്താണ്. ഒരു ഉദ്യോഗസ്ഥന്, ഒരു മാനേജറിന് ഒക്കെ എഴുതുന്ന കത്തിനെയാണ്, അല്ലെങ്കിൽ എഡിറ്റർ ഓഫ് എ ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററിന് ഒഫീഷ്യലായിട്ട് എഴുതുന്ന കത്താണ്. ഔദ്യോഗികമായി എഴുതുന്ന, അദ്ദേഹത്തിൻ്റെ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് എഴുതുന്ന കത്തിനെയാണ് ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. Now we shall look at the structure of the letter. First, on the left side we are writing the sender's address, one who sent. അയക്കുന്ന ആളുടെ അഡ്രസ്സാണ് ഇടത് ഭാഗത്ത് നാം എഴുതുന്നത്, ഏറ്റവും മുകളിലായിട്ട്. So everything is written on the left side of the paper we are writing. എല്ലാം ഇടത് സൈഡിൽ തന്നെയാണ് എഴുതുന്നത്. മുൻപ് വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നമ്മളെല്ലാം ഇടത് സൈഡിലാണ് എഴുതുന്നത്. അപ്പം ഹിയർ ദ സെൻഡേഴ്സ് അഡ്രസ് സ്റ്റാർട്ട്സ് വിത്ത് ദ ഹൗസ് നെയിം. ഹൗസ് നെയിം, വീട്ടുപേരിലാണ് സെൻഡറിൻ്റെ അഡ്രസ്സ് തുടങ്ങുന്നത്. വേണമെങ്കിൽ നമ്മുടെ പേരും കൂടെ ചേർക്കാം, അത് ഇറ്റ്സ് ഓപ്ഷണൽ. അപ്പം പേര് ചേർത്താലും കുഴപ്പമില്ല. സെൻഡേഴ്സ് അഡ്രസ്, പ്ലേസ് നെയിം വരുന്നുണ്ട്, ദെൻ ദ പിൻ കോഡ്. എവറി ലൈൻ ഷുഡ് ഹാവ് എ കോമ. ഇല്ലാതെ, പങ്ക്ച്വേഷൻ ഒന്നും ഇല്ലാതെ വേണമെങ്കിലും നമുക്ക് അഡ്രസ്സ് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ഇസ് ഡേറ്റ് ലൈൻ ആഫ്റ്റർ ദ സ്പേസ്. ഒരു സ്പേസ് കഴിഞ്ഞിട്ട് നമ്മൾ ഡേറ്റ് ലൈൻ എഴുതണം. 3rd March 2020. അപ്പോൾ ആഫ്റ്റർ ദ മന്ത് യു ഹാവ് ടു റൈറ്റ് a comma. Put a comma after the month. 3rd March. മാർച്ച് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടുന്നു. അപ്പം ഡേറ്റ്, മന്ത്, ഇയർ ഓർഡറിലാണ് എഴുതേണ്ടത്. ആഫ്റ്റർ ദാറ്റ് ഓൾസോ ദർ ഇസ് എ സ്പേസ്. ആഫ്റ്റർ ദ ഡേറ്റ് ലൈൻ കംസ് ദ അഡ്രസ് ഓഫ് ദ അഡ്രസ്സി ഓർ റിസീവർ. നമ്മൾ ആർക്കാണോ കത്തയക്കുന്നത് അയാളുടെ അഡ്രസ്സ് ഡേറ്റ് ലൈനിന് ഒരു സ്പേസിന് ശേഷം വരണം. ഇവിടെ നമ്മൾ എഡിറ്ററിനാണ്, ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററിനാണ് കത്തയക്കുന്നത്. അത് എഡിറ്ററിൻ്റെ അഡ്രസ്സ് നമ്മൾ എഴുതുകയാണ്. Then after one space, subject line comes. Subject or heading of the letter. അപ്പോൾ അവിടെ സബ്ജക്റ്റ് ആണ് വരേണ്ടത്. വാട്ടർ പൊല്യൂഷൻ ഇൻ അവർ ലൊക്കാലിറ്റി. അപ്പം ഈ ലെറ്ററിൻ്റെ മൊത്തത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യം, കണ്ടൻറ്റിൻ്റെ സമ്മപ്പാണ് ഇതിൻ്റെ സബ്ജക്റ്റ് ഒത്തിരി വലിച്ചുവാരിയൊന്നും എഴുതണ്ട, കുറച്ച് വാക്കുകളിൽ സബ്ജക്റ്റ് എഴുതുക. അപ്പോൾ അത് സോർട്ട് ചെയ്യാൻ വേണ്ടി, ഇതെന്താണ് ഇതിൻ്റെ മാറ്റർ മൊത്തം വായിച്ചു നോക്കാതെ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ സബ്ജക്റ്റ് കാണുമ്പോൾ മനസ്സിലാകും. അത് ഫയലിങ്ങിനും സോർട്ടിങ്ങിനും നല്ലതാണ്. After that comes the salutation. Salutation is dear sir or sirs or dear madam or dear ma'am, അങ്ങനെയൊക്കെ വരാവുന്നതാണ്. Next is the introduction, content and conclusion. That is the body of the letter. അപ്പോൾ ബോഡി ഓഫ് ദ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ, മെയിൻ കണ്ടന്റ് ആൻഡ് കൺക്ലൂഷൻ. നമ്മൾ പാരഗ്രാഫായിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. There is an opening sentence. I hereby inform you. Opening sentence.
അപ്പോൾ ഓപ്പണിംഗ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ തുടക്കം, നമ്മൾ തുടക്കം ആദ്യം എഴുതുന്ന സെൻറ്റൻസിനെയാണ് ഓപ്പണിംഗ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. Then there is a closing sentence also. അവിടെ ഒരു ക്ലോസിംഗ് സെൻറ്റൻസ് ഉണ്ട്. Kindly grant my humble writings a little space in your prestigious newspaper. അപ്പം ഞാൻ എഴുതിയ എൻ്റെ ഈ റൈറ്റിങ്സ് നിങ്ങളുടെ പ്രസ്റ്റിജിയസ് ആയിട്ടുള്ള വളരെ ഉന്നതമായ ആ ഒരു ന്യൂസ് പേപ്പറിൽ ഇടണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്. സോ ഐ ഹിയർ ബൈ ഇൻഫോം യു, ഞാൻ ഇത് പ്രകാരം അങ്ങേ അറിയിക്കുന്നു, താങ്കളെ അറിയിക്കുന്നു. അതാണ് ഐ ഹിയർ ബൈ ഇൻഫോം യു. അപ്പോൾ ബോഡി ഓഫ് ദ ലെറ്ററിൻ്റെ പാർട്സ് എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ, മെയിൻ കണ്ടൻറ്റ് ആൻഡ് കൺക്ലൂഷൻ. നമുക്ക് പാരഗ്രാഫായിട്ട് തിരിച്ചെഴുതുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് ഈസ് ദ കോംപ്ലിമെൻ്ററി ക്ലോസ് ഓർ സബ്സ്ക്രിപ്ഷൻ ഓർ ലീവ് ടേക്കിംഗ്. നമ്മൾ ലെറ്റർ നിർത്തുമ്പോൾ പറയുന്ന വാക്കാണ് യുവേഴ്സ് സിൻസിയർലി, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ട്രൂലി, അങ്ങനെ പല പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കോംപ്ലിമെൻ്ററി ക്ലോസ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഓർ ലീവ് ടേക്കിംഗ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ കോംപ്ലിമെൻ്ററി ക്ലോസ് എന്ന് പറഞ്ഞാൽ അയക്കുന്ന ആൾ റിസീവറിനെ, കിട്ടേണ്ട ആളിനെ എത്രമാത്രം മാനിക്കുന്നു, എത്രമാത്രം പരിഗണിക്കുന്നു എന്ന് കാണിക്കുന്ന വാക്യമാണ് കോംപ്ലിമെൻ്ററി ക്ലോസ്. ഫെയർവെൽ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പാർട്ടിംഗ് വേർഡ്സ് അവസാനം ലെറ്റർ നിർത്തുമ്പോൾ ഉള്ള വാക്യമാണ് ഈ കോംപ്ലിമെൻ്ററി ക്ലോസ് എന്ന് പറയുന്നത്. ഈ കോംപ്ലിമെൻ്ററി ക്ലോസിന് ശേഷം സിഗ്നേച്ചറാണ് ഇടുന്നത്. സ്പേസ് കഴിഞ്ഞിട്ട് സിഗ്നേച്ചർ, ദെൻ നെയിം, and if there is a designation that can also be given. Now we shall discuss the speciality of the sender's address. A comma at the end of each line of the address. അഡ്രസ്സിൻ്റെ ഓരോ വരിയുടെയും അവസാനം ഒരു കോമ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് ലൈൻ ends with a full stop. ലാസ്റ്റ് ലൈൻ ഓഫ് ദ അഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലൈൻ എൻഡ് ചെയ്യുന്നത് ഒരു ഫുൾ സ്റ്റോപ്പിലായിരിക്കണം. There is another option, the punctuations can be fully avoided. അപ്പം പങ്ക്ച്വേഷൻസ് മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യാം. പങ്ക്ച്വേഷൻസ് കുത്തും കോമയും അത് ഉപയോഗിക്കാതിരിക്കാം, ഒരു പങ്ക്ച്വേഷനും ഉപയോഗിക്കാതിരിക്കാം. ഇപ്പോൾ 2 മോഡൽ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ റോസ് ഡെയിൽ കോമ, കാവനാട് കോമ, കൊല്ലം, ദെൻ കൊല്ലം ദ നമ്പർ ആൻഡ് ഫുൾ സ്റ്റോപ്പ്. റോസ് ഡെയിൽ നോ കോമ, നോ പങ്ക്ച്വേഷൻ, കാവനാട് no punctuation, കൊല്ലം and the number no punctuation. അപ്പോൾ പങ്ക്ച്വേഷൻ ഇല്ലാതെയും കുത്തും കോമയും ഇല്ലാതെയും ഉപയോഗിക്കാം. കുത്തും കോമയും ഉപയോഗിച്ചും നമുക്ക് സെൻഡേഴ്സ് അഡ്രസ്സ് എഴുതാം. സെൻഡേഴ്സ് അഡ്രസ്സ് മാത്രമല്ല, അഡ്രസ്സ് മറ്റ് റിസീവേഴ്സ് അഡ്രസ്സ് ആണെങ്കിലും ഈ ഫോർമാറ്റ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഡേറ്റ് ലൈൻ കംസ് ആഫ്റ്റർ ദ ലാസ്റ്റ് ലൈൻ ഓഫ് ദ സെൻഡേഴ്സ് അഡ്രസ്. സെൻഡറിൻ്റെ അഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലൈനിന് ശേഷമാണ് ഒരു സ്പേസ് ഇടയ്ക്ക് വരണം. അപ്പോൾ അവിടെയാണ് ഡേറ്റ് ലൈൻ വരുന്നത്. എ ലിറ്റിൽ സ്പേസ് ലെഫ്റ്റ് ഇൻ ബിറ്റ്വീൻ ദ അഡ്രസ് ആൻഡ് ദ ഡേറ്റ് ലൈൻ. അപ്പോൾ സെൻഡേഴ്സ് അഡ്രസ്സിൻ്റെയും ഡേറ്റ് ലൈൻ്റെയും ഇടയ്ക്ക് ഒരു സ്പേസ് വിട്ടിരിക്കണം. ഹിയർ ലുക്ക് അറ്റ് ദ പിക്ചർ. റോസ് ഡെയിൽ, കാവനാട്, കൊല്ലം, then the space after the date comes, and then there is a space, and after that the address of the addressee or the receiver is coming. അപ്പോൾ അതിന് ശേഷമാണ് ഇടയ്ക്ക് ഈ ഡേറ്റ് ലൈൻ്റെ അപ്പുറത്തും മേലിലും താഴെയും സ്പേസ് ഇട്ടിരിക്കണം. സോ വേരിയസ് ഡേറ്റ് ലൈൻ ഫോർമാറ്റ്സ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ്. വേരിയസ് ഡേറ്റ് പല രീതിയിൽ എഴുതി നമുക്ക് ലെറ്ററിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 3/3/2020, 3/3/2020, 3 March 2020, 3rd March 2020. Different formats of dates can be used in the letter. The receiver's address can also be used as the sender's address, comma at the end of each line of the address, and the last line ends with a full stop. Punctuations can be fully avoided also. അപ്പം ഓരോ വരിയിലും വരിയുടെ അവസാനം കോമ ഉപയോഗിക്കാം,
Then last line ends with a full stop. അല്ലെങ്കിൽ ഇതിപ്പം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പങ്ക്ച്വേഷൻ ഒന്നും തന്നെ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് അഡ്രസ്സ് മാത്രം എഴുതിയാൽ മതി. ഡോണ്ട് വറി അബൌട്ട് ദ പങ്ക്ച്വേഷൻ. ഓക്കെ, കോമ ഓർ ഫുൾ സ്റ്റോപ്പ്. The unique speciality of a formal letter is a subject line. There is a subject. The subject of the letter should be given. അപ്പോൾ എന്താണ് ഇതിൻ്റെ വിഷയം, എന്താണ് സബ്ജക്റ്റ് എന്ന് ഈ ഫോർമൽ ലെറ്ററിൽ അതിൻ്റെ മുകളിലായിട്ട് ഡിയർ സേഴ്സ്, ഡിയർ സർ, ദ സല്യൂട്ടേഷൻ, ഡിയർ സർ ഓർ സേഴ്സ്, ഇതൊക്കെ സല്യൂട്ടേഷനാണ്. സല്യൂഷൻ്റെ മുകളിൽ ഒരു സ്പേസ് വിട്ടിട്ട് അത് നമ്മൾ സബ്ജക്റ്റ് കൊടുക്കുന്നു. അല്ലെങ്കിൽ ആഫ്റ്റർ ദ റിസീവേഴ്സ് അഡ്രസ്സിന് ശേഷം ഒരു സ്പേസ് വിട്ടിട്ട് നമ്മൾ സബ്ജക്റ്റ് എഴുതുകയാണ്. വാട്ടർ പൊല്യൂഷൻ ഇൻ അവർ ലൊക്കാലിറ്റി, ഞങ്ങളുടെ ലൊക്കാലിറ്റിയിലെ വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ അതാണ് സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് ലൈൻ കൊടുക്കുന്നത് വെച്ചാൽ സോർട്ടിങ് വളരെ എളുപ്പമായിട്ട് മാറും. സബ്ജക്റ്റ് ഹെൽഡ് ബൈ ദ ലെറ്റർ റിട്ടൺ ഇൻ ബിറ്റ്വീൻ ദ റിസീവേഴ്സ് അഡ്രസ് ആൻഡ് സല്യൂട്ടേഷൻ. റിസീവറിൻ്റെ അഡ്രസ്സിനും സല്യൂട്ടേഷനും ഇടയ്ക്കായിട്ടാണ് നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നത്. സബ്ജക്റ്റ് അല്ലെങ്കിൽ ഹെഡിങ്. മുൻപ് പണ്ടൊക്കെ നമ്മൾ, അല്ലെങ്കിൽ വേറൊരു ഫോർമാറ്റ് കൂടെ ഉണ്ട്, ഈ സല്യൂട്ടേഷന് ശേഷം കണ്ടൻറ്റിൻ്റെ ഇടയ്ക്കായിട്ട് ബോഡി ഓഫ് ദ ലെറ്ററിൻ്റെയും സല്യൂട്ടേഷൻ്റെയും ഇടയ്ക്കായിട്ടും സബ്ജക്റ്റ് ചേർക്കാറുണ്ട്. ഡിയർ സർ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരും. ഈസി ഫോർ സോർട്ട്. എന്തിനാണ് ഈ സബ്ജക്റ്റ് എഴുതുന്നത്? ഈസി ഫോർ സോർട്ടിങ് ആൻഡ് ഫയലിംഗ്. ഒരാൾക്ക് ആ കത്ത് കാണുമ്പോൾ അതിനെ എന്താണ് അതിൻ്റെ സബ്ജക്റ്റ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ, കത്ത് മുഴുവൻ വായിച്ചു നോക്കാതെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നും എഴുതണ്ട. ഇറ്റ് നോട്ട് ലോങ്, ഇറ്റ് ഇസ് ബ്രീഫ് ആൻഡ് ഷോർട്ട്. ഇറ്റ് ഷുഡ് നോട്ട് ബി ലോങ്. ഒത്തിരി വലിച്ചുവാരി എഴുതേണ്ട കാര്യമില്ല. അപ്പം ചെറിയ 2-3 വാക്യങ്ങളിൽ സബ്ജക്റ്റ്, 3-4 വാക്യങ്ങളിൽ സബ്ജക്റ്റ് എഴുതുക. ബ്രീഫ് ആൻഡ് ഷോർട്ട്. വളരെ ചെറിയ വാക്കുകൾ, ചുരുങ്ങിയ വാക്കുകളിലാണ് ഇത് എഴുതേണ്ടത്. ദെൻ കംസ് ദ സല്യൂട്ടേഷൻസ്. ഇപ്പം ഡിയർ സർ, ഡിയർ സേഴ്സ്, സർ, സേഴ്സ്, ഡിയർ മാം, ഡിയർ മാഡം, ഇതൊക്കെ നമുക്ക് സല്യൂട്ടേഷനായിട്ട് ഉപയോഗിക്കാം. മാം എന്ന് പറഞ്ഞാൽ മാഡത്തിൻ്റെ ഷോർട്ട് ഫോമാണ് മാം, ഡിയർ മാം. ഏത് സല്യൂട്ടേഷൻ ഉപയോഗിച്ചാലും ഡിയർ സർ കോമ, ഡിയർ സേഴ്സ് കോമ, സർ കോമ, ദെൻ ഡിയർ മാം, ഡിയർ മാം കോമ, ഡിയർ മാഡം comma. There should be a comma after each salutation. The body of the letter has 3 components: introduction, main content and conclusion. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പാരഗ്രാഫ് കാണും. Then the content shall be split into different paragraphs. അപ്പോൾ കൂടുതൽ മാറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കണ്ടന്റിനെ കൂടുതൽ സ്പ്ലിറ്റ് ചെയ്ത് 2-3 പാരഗ്രാഫൊക്കെ ആക്കാൻ സാധിക്കും. Then the concluding paragraph. We shall discuss how the body of letter will be. എങ്ങനെയായിരിക്കും ബോഡി ഓഫ് ദ ലെറ്റർ? ലെറ്ററിൻ്റെ കണ്ടൻ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ബോഡി ഓഫ് ദ ലെറ്റർ. ബോഡി ഓഫ് ദ ലെറ്റർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു പാരഗ്രാഫ്സ്. അപ്പോൾ പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്യണം. ബ്രീഫ്, ക്ലിയർ ആൻഡ് ടു ദ പോയിന്റ്. ഫോർമൽ ലെറ്റർ ബ്രീഫായിരിക്കണം. ഒത്തിരി ഒന്നും വലിച്ചു വാരിയിട്ട് എഴുതാൻ പാടില്ല. പേഴ്സണൽ ലെറ്റർ എഴുതുന്നത് പോലെ കൂടുതൽ എഴുതാൻ പാടില്ല. ആൻഡ് എന്നും പറഞ്ഞ് കുറയ്ക്കാനും ഒത്തിരി ഒന്നും കുറച്ച് എഴുതാനുള്ളതല്ല. അപ്പം പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നമ്മൾ കണ്ടൻറ്റ് അല്പം കൂടുതലായിട്ട് എഴുതേണ്ടി വരും, എന്നാലേ മാർക്ക് കിട്ടുകയുള്ളൂ. സോ ബ്രീഫ്, ക്ലിയർ ആൻഡ് ടു ദ പോയിന്റ്. ക്ലിയർ ആയിരിക്കണം, കാര്യം ക്ലിയറായിട്ട് പറഞ്ഞിരിക്കണം. ടു ദ പോയിൻ്റ് ആയിരിക്കണം. അപ്പോൾ പോയിൻ്റ് കറക്റ്റായിട്ട് പറയാനുള്ള പോയിൻ്റ് കറക്റ്റായിട്ട് വന്നിരിക്കണം. മെയിൻറ്റെയിൻ ദ ഒഫീഷ്യൽ ഫോർമൽ ടോൺ. ഔദ്യോഗികമായൊരു ഭാഷ, ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഷുഡ് ബി ഫോളോഡ്. ഒരു ടോൺ ഷുഡ് ബി, ലാംഗ്വേജിൻ്റെ ടോൺ ഒഫീഷ്യൽ ടോൺ ആയിരിക്കണം, ഫോർമൽ ആയിരിക്കണം. അത് പേഴ്സണൽ ആകാൻ പാടില്ല. ഇൻഫോർമൽ ലാംഗ്വേജ്, ഇൻഫോർമൽ ടോൺ ആകാൻ പാടില്ല. നോ ഇൻറ്റിമേറ്റ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഈ ലെറ്ററിൽ ഉള്ള ആളുകൾ തമ്മിൽ, അപ്പം സെൻഡർ ആൻഡ് റിസീവർ തമ്മിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ല. ബി പൊളൈറ്റ് ഈവൻ വെൻ യു കംപ്ലെയിൻ. അപ്പോൾ കംപ്ലൈൻറ്റ് പറയുമ്പോഴും പൊളൈറ്റ് ആയിരിക്കുക. പൊളൈറ്റ്നെസ് ആൻഡ് പേഷ്യൻസ് ഓൾവേസ് പേ. പൊളൈറ്റ്നെസ്സും പേഷ്യൻസും എപ്പോഴും അതിനുള്ള പ്രതിഫലം ലഭിക്കും. യൂസ് ക്ലിയർ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ലാംഗ്വേജ്.
ഇപ്പോൾ ക്ലിയറായിട്ടുള്ള നേർക്ക് നേരെയുള്ള വാക്കുകൾ, ലാംഗ്വേജസ്, ഭാഷ ഉപയോഗിക്കുക. അപ്പം കുഴയ്ക്കുന്ന രീതിയിലുള്ള ഭാഷാ ഉപയോഗം പാടില്ല. അതുപോലെ വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള പദങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ പറയുക. നോ നീഡ് ടു യൂസ് ക്രിയേറ്റീവ് ഓർ ഇമാജിനേറ്റീവ് സ്കിൽസ്. നമ്മുടെ ക്രിയാശേഷി, നമ്മുടെ ഇമാജിനേറ്റീവ് സ്കിൽ, നമ്മുടെ ഇമാജിനേഷൻസ്, ഭാവനാ സൃഷ്ടികളൊക്കെ നടത്തേണ്ട കാര്യം ഇല്ല. ഇറ്റ് ഷുഡ് ബി സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ക്ലിയർ. നമുക്ക് ബോഡി ഓഫ് ദ ലെറ്ററിലെ ഓപ്പണിംഗ് സെൻറ്റൻസസ് എങ്ങനെയൊക്കെ വരാം, കുറേ ഓപ്പണിംഗ് സെൻറ്റൻസസിൻ്റെ മോഡൽസ് നമുക്ക് പരിശോധിക്കാം. ഐ ഹിയർ ബൈ റിക്വസ്റ്റ് യു. അപ്പോൾ ഇത് പ്രകാരം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഹിയർ ബൈ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഡോക്യുമെൻറ്റ്. ഈ കത്ത് പ്രകാരം, കത്ത് മുഖാന്തരം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, അപേക്ഷിക്കുന്നു. ഐ ഹിയർ വിത്ത് സബ്മിറ്റ് മൈ application for the post, something like that. Okay, I herewith submit my application with this letter. ഈ ലെറ്റർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതിനോടൊപ്പം herewith submit my application അല്ലെങ്കിൽ ഈ ലെറ്റർ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ ഐ സബ്മിറ്റ് ചെയ്യുകയാണ് എന്താണ് ആപ്ലിക്കേഷൻ. അപ്പം വിത്ത് ദിസ് ലെറ്റർ. അപ്പോൾ herewith means with this letter. I refer to your letter dated 4th May. അപ്പം 4th May അയച്ച ലെറ്ററിനെ റെഫർ ചെയ്ത് കാര്യങ്ങൾ പറയുകയാണ്. ഐ ഷുഡ് ലൈക്ക് ടു ഇൻക്വയർ വെദർ. അപ്പം ഞാൻ ഇൻക്വയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഒരു കാര്യത്തെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നു. വിത്ത് റെഫറൻസ് ടു യുവർ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്ന അഡ്വർടൈസ്മെൻറ്റ് പ്രകാരമാണ് ഞാൻ ഈ കത്ത് അയക്കുന്നത്. ദെൻ some other opening sentences also. The opening sentence will give you how to write correctly. After having seen your advertisement in the newspaper or magazine somewhere else, so I would like ന്യൂസ് പേപ്പറിലോ മറ്റെവിടെയോ അഡ്വർടൈസ്മെൻറ്റ് കണ്ടതിന് ശേഷം ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഓ ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം, ഐ വുഡ് ലൈക്ക് ടു ആസ്ക്. ഓക്കെ, അതാണ് അതിൻ്റെ ആദ്യത്തെ സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പം ദെൻ ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു വുഡ് സെൻഡ് മീ. അപ്പം ഞാൻ താങ്ക്ഫുൾ ആയിരിക്കും അത് സെൻഡ് ചെയ്യുകയാണെങ്കിൽ. വി ആർ പ്ലീസ്ഡ് ടു പ്രസൻറ്റ് ദ റിപ്പോർട്ട്. അപ്പം ഞങ്ങൾക്ക് സന്തോഷമാണ് ഈ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിൽ. Kindly accept my sincere apology for being unable to attend my interview with you. ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അതിൻ്റെ അപ്പോളജിയാണ് ഇവിടെ പറയുന്നത്. ക്ഷമാപണം നടത്തുന്നു. unable to attend the interview scheduled. അപ്പോൾ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ക്ഷമാപണം പറഞ്ഞുകൊണ്ടുള്ള ലെറ്റർ തുടങ്ങുകയാണ്. Then how shall be the concluding sentences? അപ്പോൾ കൺക്ലൂഡിങ് സെൻറ്റൻസസ് എങ്ങനെയായിരിക്കും? ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ റിപ്ലൈ കിട്ടാനായിട്ട് ഞാൻ പ്രതീക്ഷയോടെ ഇരിക്കും. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിങ് ഫ്രം യു. കേൾക്കുന്നതിൽ അത് സെയിം മീനിങ് തന്നെയാണ്. സോ പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. കോൺടാക്ട് ചെയ്യുന്നതിൽ ഒരു മടിയും കാണിക്കരുത്. പ്ലീസ് അഡ്വൈസ് ആസ് നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യുക. We look forward to a successful working relationship in the future. അപ്പോൾ ഒരു സക്സസ്ഫുൾ വർക്കിംഗ് റിലേഷൻഷിപ്പ് പ്രതീക്ഷിക്കുന്നു ഫ്യൂച്ചറിൽ, ഭാവിയിൽ ഒരു നല്ല നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഷുഡ് യു നീഡ് എനി ഫർദർ ഇൻഫർമേഷൻ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ. അപ്പോൾ എന്തെങ്കിലും ഫർദർ ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണമെങ്കിൽ ഹെസിറ്റേറ്റ് ചെയ്യരുത്, മടിച്ചു നിൽക്കരുത്. ഹെസിറ്റേറ്റ് എന്ന് വെച്ചാൽ മടിച്ചു നിൽക്കുക. ഡു നോട്ട് ഹെസിറ്റേറ്റ്, മടിച്ചു നിൽക്കരുത് കോണ്ടാക്ട് ചെയ്യാനായിട്ട്. എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മടിക്കരുത്. മോർ കൺക്ലൂഡിങ് സെൻറ്റൻസസ്. വൺസ് അഗെയിൻ ഐ അപ്പോളജൈസ് ഫോർ എനി ഇൻകൺവീനിയൻസ്. എന്തെങ്കിലും അസൗകര്യം ഉണ്ടാക്കിയെങ്കിൽ ഞാൻ ഒന്നുകൂടെ ക്ഷമ ചോദിക്കുന്നു. വി ഹോപ്പ് ദാറ്റ് വി മേ കണ്ടിന്യൂ ടു റിലൈ ഓൺ യുവർ വാല്യൂഡ് കസ്റ്റം. അപ്പം നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കസ്റ്റം രീതികൾ ഞങ്ങൾക്ക് റിലൈ ചെയ്യാം, വിശ്വസിക്കാം.
അത് we may continue to rely, we hope, പ്രതീക്ഷിക്കുന്നു. Rely means വിശ്വസിക്കുക. I would appreciate your immediate attention to this matter. അപ്പം ഒരു ഇമ്മീഡിയറ്റ് അറ്റൻഷൻ, ഒരു ശ്രദ്ധ കൊടുക്കുക, പെട്ടെന്നുള്ള ശ്രദ്ധ കൊടുത്താൽ ഐ വുഡ് അപ്രീഷിയേറ്റ് ദാറ്റ്, അത് ഞങ്ങൾ അതിനെ ആദരിക്കും, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും, അതിനെ പുകഴ്ത്തും. താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് കൺസിഡറേഷൻ. ഇപ്പോൾ ഈ കത്ത് വായിക്കാനായിട്ട് ടൈമും പരിഗണനയും തന്നതിന് നന്ദി. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഓർ കൺസേൺ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ അറ്റ് ദ നമ്പർ ബിലോ. തന്നിരിക്കുന്ന നമ്പറിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും വിഷമങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മടിക്കരുത്. സോ ഐ ഗിവ് യു സാമ്പിൾസ് ഓഫ് opening sentences and concluding sentences because you have to write it correctly. So beginning and the end are important. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇംപ്രഷൻ തരുന്നത്. തുടക്കവും അവസാനവും നല്ലതുപോലെ തന്നെ എഴുതണം. ചിലപ്പോൾ ടീച്ചർ തുടക്കവും അവസാനവും മാത്രമായിരിക്കും വായിച്ച് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോർമാറ്റ്സ്, ഇങ്ങനെയുള്ള സാമ്പിൾസ് കാണുമ്പോൾ യു വിൽ ബി ഏബിൾ ടു റൈറ്റ് ഇറ്റ് കറക്റ്റ്ലി. Use it, learn by heart, and you can use it correctly whenever you write letters. Then we have already discussed what is complementary clause or subscription. നമ്മൾ പാർട്ടിംഗ് വേർഡ്സ് നമ്മൾ ലീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലെറ്റർ അവസാനിപ്പിക്കുമ്പം അവസാനം പറയുന്ന വാക്യമാണ് കോംപ്ലിമെൻ്ററി ക്ലോസ് ഓർ ലീവ് ടേക്കിംഗ് ഓർ സബ്സ്ക്രിപ്ഷൻ. സിൻസിയർലി, യുവേഴ്സ് സിൻസിയർലി, യുവേഴ്സ് ട്രൂലി, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, റിഗാർഡ്സ്. അപ്പം ഇങ്ങനെയുള്ള കോംപ്ലിമെൻ്ററി ക്ലോസുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ദേ ആർ മോർ ഫോർമൽ കുറച്ചുകൂടെ ഔദ്യോഗികമാണ്, അല്ലെങ്കിൽ നോട്ട് സോ പേഴ്സണൽ, ഇൻഫോർമൽ അല്ല. ദെൻ യുവേഴ്സ് റെസ്പെക്റ്റ്ഫുള്ളി, ബെസ്റ്റ് റിഗാർഡ്സ്, കോർഡിയലി, യുവേഴ്സ് കോർഡിയലി എന്നൊക്കെ പറഞ്ഞത് ഫോർമൽ, അത്രയ്ക്ക് ഫോർമൽ അല്ല, അപ്പം ലെസ് ഫോർമൽ. ദെൻ സിഗ്നേച്ചർ ആൻഡ് നെയിം. SD/- കൊടുത്തിരിക്കുകയാണ്. വാട്ട് ഇസ് ദ ഫുൾ ഫോം? Signed or undersigned. Then you have to write the name and designation. Designation എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. So we shall wind up the session. So subscribe our channel for more videos if you liked our videos. Thank you. Goodbye.